Hi traders, welcome back to Market Views. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ നിഫ്റ്റി ഇന്ന് എങ്ങനെ ട്രേഡ് ചെയ്യാൻ സാധിച്ചു എന്ന് പരിശോധിക്കാം. 11/11/2024 തിങ്കളാഴ്ച 24,122 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് 12/11 ഓപ്പൺ ആയത് ഒരു 100 പോയിന്റിൽ അധികം ഗ്യാപ്പ് അപ്പിലാണ്. 24,222 എന്ന ലെവലിലായിരുന്നു. ഇന്ന് ആകെ ഒരു 400ഓളം പോയിന്റിന്റെ മൂവ്മെന്റ് നിഫ്റ്റി തന്നിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ട്രേഡ് ചെയ്തത് എന്ന് നോക്കാം. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ലഭിച്ചാൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണിൽ അപ്വേർഡ് ഡയറക്ഷൻ നൽകിയാൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്യും എന്നായിരുന്നു. എന്നാൽ ഇവിടെ ഒരു ഗ്യാപ്പ് അപ്പ് ആണ് തന്നത്. ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലായിരുന്നു. എന്നാൽ അതിന് മുകളിലോട്ടോ അത് ടച്ച് ചെയ്യുകയോ പോലും ചെയ്തിരുന്നില്ല. റെസിസ്റ്റൻസ് ലെവലുകളാണ് എപ്പോഴും ഞാൻ രേഖപ്പെടുത്താറ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത്രയും ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആയപ്പോൾ തന്നെ ആദ്യത്തെ 5 മിനിറ്റ് പരിശോധിച്ചാൽ നമുക്കറിയാം അതൊരു സെല്ലിംഗ് ഡയറക്ഷൻ ആണ്. അപ്പോൾ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തിരുന്നെങ്കിൽ സപ്പോർട്ട് ലെവലിലേക്ക്, അതായത് ഈ ലെവലിലേക്ക് കൃത്യമായും ടാർഗറ്റ് വരുമായിരുന്നു. അവിടെ കൃത്യമായും വന്നു. നമ്മുടെ സപ്പോർട്ടിൽ നിന്നും വീണ്ടും ചെറിയ ടൈം ഫ്രെയിമുകൾ പരിശോധിക്കുമ്പോൾ ഒരു അപ്വേർഡ് മൂവ്മെന്റ് ലഭിക്കുന്നതാണ്. ഇത് ഈ സെല്ലിങ്ങും എടുത്തവരുണ്ട് നല്ല രീതിക്ക്, അതുപോലെ തന്നെ ഈ ഇവിടുന്ന് കിട്ടിയ ഈ അപ്പ് മൂവ്മെന്റും കൃത്യമായും ട്രേഡ് ചെയ്തവരുണ്ട്. അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള ഒരു സെല്ലിംഗ് കിട്ടുമ്പോൾ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ എന്നതാണ്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ തന്നെ ചെറിയ ടൈം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്നു. അപ്പോൾ തന്നെ പ്രൈസ് റിവേഴ്സലായി. എന്നാൽ ആ ഒരു ട്രേഡ് എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും വീണ്ടും കിട്ടുന്നതും ഡേയ്സ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരത്തിന് മുകളിലോട്ട് പോകുന്നില്ല എന്ന് മനസ്സിലാക്കി ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ ഒരു സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാം എന്ന് കരുതിയ ആർക്കും ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയുന്നതായിരുന്നു. ഡേയ്സ് ലോയാണ് പിന്നീട് പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ്, അതും കൃത്യമായും ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു കൺസോൾട്ടേഷൻ ആണ്. എന്നാൽ പ്രൈസ് എവിടെ നിന്നും ഈ സപ്പോർട്ട് ലെവലിൽ നിന്നും വീണ്ടും അപ്പ് മൂവ് ചെയ്യാൻ തയ്യാറായതേ ഇല്ല. ഒരു ട്രെൻഡ് ലൈൻ വരച്ച് പരിശോധിച്ചാൽ പോലും വ്യക്തമായ കൃത്യം ലെവലിൽ നിന്നും താഴോട്ട് പോരുന്നത് മാത്രമാണ്. അപ്പോൾ ഇത് കവർ ചെയ്തതിനു ശേഷം വീണ്ടും കിട്ടിയ അപ്പ് മൂവും തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഒരു പുട്ട് ഓപ്ഷൻ ഹോൾഡ് ചെയ്തിരുന്നവർക്കും സാമാന്യം നല്ല ലാഭം ലഭിച്ചിട്ടുണ്ട്. കൃത്യമായി നമ്മൾ രേഖപ്പെടുത്തിയ ലെവലുകൾ ടെസ്റ്റ് ചെയ്തതിനു ശേഷം ഈ ഏരിയയിൽ നിന്നും വീണ്ടും റിവേഴ്സൽ തന്നു. എന്നാൽ എവിടെയും പ്രൈസ് ഇന്ന് തിരിച്ച് മൂവ് ചെയ്തിരുന്നില്ല. ഓരോ തവണയും സെൽ ഓൺ ഹൈ ആയി ട്രേഡ് ചെയ്യാൻ കഴിയുന്നതായിരുന്നു. അത്തരത്തിൽ നമ്മൾ രേഖപ്പെടുത്തിയ സകല ലെവലുകളും ടെസ്റ്റ് ചെയ്താണ് ഇന്ന് മാർക്കറ്റ് ക്ലോസ് ആയിട്ടുള്ളത്. 23,842 എന്ന ലെവലാണ് ഇന്ന് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ട്രേഡിംഗ്. അല്പമെങ്കിലും ചിന്തിച്ചവർക്ക്, ട്രേഡിങ്ങിനെ കുറിച്ച് അല്പമെങ്കിലും അറിയാവുന്നവർക്ക് തീർച്ചയായും ഇന്ന് നല്ല ലാഭം ലഭിച്ചിട്ടുണ്ട്. ഒട്ടനവധി പേർ വളരെ വലിയ ലാഭം ലഭിച്ച P&Lകൾ എനിക്ക് ഷെയർ ചെയ്തിരുന്നു. നമ്മുടെ ചാനൽ സ്ഥിരമായി വാച്ച് ചെയ്യുന്നവർ കൃത്യമായും ഈ ലെവലുകൾ രേഖപ്പെടുത്തി അതെങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒട്ടനവധി പേർ എനിക്ക് നല്ല P&Lകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ലഭിച്ച ഈ മൂവ്മെന്റുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, ഈ പ്രൈസ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളത്തേക്ക് നമ്മുടെ ട്രേഡ് എങ്ങനെയായിരിക്കണം എന്നൊന്ന് പ്ലാൻ ചെയ്യാം. 23,842 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് ഇന്ന് പ്രൈസ് ക്ലോസ് ചെയ്ത ലെവലാണ്. എന്നാൽ 24,106 ആണ് ആദ്യമായി ലഭിക്കേണ്ടുന്ന പ്രധാന റെസിസ്റ്റൻസ് എന്ന രീതിക്കാണ് ഞാൻ കാണുന്നത്. എന്നാൽ അതിനിടയിൽ 24,008, 24,066 എന്നിങ്ങനെയുള്ള ലെവലുകളും മൈനർ റെസിസ്റ്റൻസുകൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാം. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലിന് മുകളിലാണ്. എന്നാൽ ഇത് റെസിസ്റ്റൻസ് ആണ്, ആ ലെവലിൽ എത്തിക്കൊള്ളണമെന്നില്ല. ഈ ലെവലോ ഒക്കെ അഥവാ ഈ ലെവലോ ഒക്കെ ആയിട്ടും ഒരു ടാർഗറ്റ് ബുക്ക് ചെയ്ത് വീണ്ടും പ്രൈസ് വരുമ്പോഴും ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതെ അപ്വേർഡ് ഡയറക്ഷൻ കിട്ടുകയാണെങ്കിൽ ട്രേഡ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. ഇത് ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ വെച്ച് നമുക്ക് നോക്കിയാൽ അറിയാം, നാളെ മിക്കവാറും ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനായിരിക്കാം സാധ്യത. എന്നാൽ സാധാരണ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഇങ്ങനെ തന്നെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിന് മുകളിൽ കയറി ക്ലോസ് ആയതിനു ശേഷം വീണ്ടും കിട്ടുന്ന ഒരു ഡിക്ലൈൻ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാം. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 5 മിനിറ്റ് ക്ലോസ് ആവുകയാണെങ്കിൽ
തുടർന്ന് ഇവിടെ കാണുന്ന ടാർഗറ്റുകൾ ലഭിക്കാം ഗ്രാജുവലി ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് എന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യും. ഈ ലെവലിന് താഴെ 23,814 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പിന്നീട് പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് പ്രൈസ് വീണ്ടും ഫാളാവുകയാണെങ്കിൽ തുടർന്ന് ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ കാണാമെന്ന് കരുതുന്നു. അതിൽ പ്രധാനമായത് 23,670 എന്ന ലെവലാണ്. അത് തിക്ക് ബ്ലൂ ലൈനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ 640 എന്ന ലെവൽ ബ്രേക്ക് ചെയ്താൽ വീണ്ടും പ്രൈസ് വീക്കായേക്കാം എന്നത് തന്നെയാണ്. അതിപ്പോൾ നാളെ ഇന്നത്തെ പോലെ തന്നെ നാളെ പൂർണ്ണമായും നാളെ വീണ്ടും ആയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് വീണ്ടും റീ എൻ്റർ ചെയ്യുകയായിരിക്കും എപ്പോഴും നല്ലത്. 51,110 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിന് തൊട്ട് താഴെ ഇന്നത്തെ ലോ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് എന്ന രീതിയിൽ 51,915 എന്ന ലെവലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. ആദ്യമായി ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. എന്നാലും ഈ ലെവലിന് മുകളിൽ ഇവിടെ 51,434 എന്ന റേഞ്ചിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാം. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് പ്രൈസ് മൂവ് ചെയ്യുക ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് ടെസ്റ്റ് ചെയ്തേക്കാം, ഈ ലെവൽ ടെസ്റ്റ് ചെയ്തേക്കാം, ഇവിടെയും ഒക്കെ ടെസ്റ്റ് ചെയ്തേക്കാം. എന്നാൽ കൃത്യമായും ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ചുകൊണ്ട് പ്രൈസ് നാളെ മൂവ് ചെയ്യുമ്പോൾ നൽകുന്ന ലെവലുകൾ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് വേണം ട്രേഡ് ചെയ്യാൻ. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യണം. ആദ്യമേ ലഭിക്കേണ്ട ടാർഗറ്റ് ഇന്നത്തെ ലോയ്ക്ക് താഴെ 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു മൂവിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാം. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് പ്രൈസ് മൂവ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഈ ലെവലുകൾ ടെസ്റ്റ് ചെയ്തേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ കാണുന്നത്. അതിൽ 50,503 എന്നത് അല്പം സ്ട്രോങ് ആയ സപ്പോർട്ട് ലെവലായിട്ടാണ് കാണുന്നത്. തൊട്ട് താഴെയുള്ള ലെവലുകൾ ഇവിടെ കാണാമെന്ന് കരുതുന്നു. 78,560 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമേ ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് സെൻസെക്സ് ഇന്ന് ആ ലെവലിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മാത്രമാണ് അത്തരത്തിലുള്ള ഒരു ലെവൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ആദ്യമേ ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് എന്ന രീതിയിൽ 79,386 എന്ന ലെവലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനിടയിൽ 79,055, 79,296 എന്നിങ്ങനെയുള്ള മൈനർ റെസിസ്റ്റൻസ് ലെവലുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവൽ തന്നെയാണ്, 79,055 എന്ന ലെവല്. അതിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും കിട്ടുന്ന ഒരു ഡിക്ലൈൻ ഡേയ്സ് ലോ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ മാത്രം കോൾ ഓപ്ഷൻ ബൈ ചെയ്യുക. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് ഈ ലെവലുകൾ ലഭിച്ചേക്കാം എന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് 78,384 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാം. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ
തുടർന്ന് ഇവിടെ കാണുന്ന ലെവലുകൾ ടാർഗറ്റുകളായി ലഭിക്കാം എന്നാണ് കരുതുന്നത്. അതിൽ 77,856 അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കാം എന്നാണ് പ്രതീക്ഷ. തൊട്ടു താഴെ വീണ്ടും അതേ തരത്തിലുള്ള ലെവലുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, കാണാമെന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 3 ഇൻഡെക്സുകളുടെയും നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള ട്രേഡിംഗ് പ്ലാൻ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. അപ്പോൾ പതിവ് പോലെ ഡിസ്ക്ലൈമർ, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. എക്സ്പീരിയൻസിന്റെ വെളിച്ചത്തിൽ എനിക്ക് ട്രേഡ് ചെയ്യാൻ ആവശ്യമായ ഒരു പ്ലാൻ തയ്യാറാക്കുന്നു എന്ന് മാത്രം. അത് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് ഉപയോഗിക്കാം, സന്തോഷമേ ഉള്ളൂ. എന്നാൽ പൂർണ്ണമായും റിസ്ക് നിങ്ങളുടേതാണ്. ഞാൻ ഒരാളെയും പ്രേരിപ്പിക്കുകയോ നിർബന്ധിക്കുകയോ യാതൊരു വിധത്തിലും അത്തരത്തിലൊരു പ്രൊമോഷൻ ഞാൻ നടത്തുന്നില്ല. താല്പര്യമുള്ളവർക്ക് ഉപയോഗിക്കാം എന്ന് മാത്രം. എന്നാൽ നിങ്ങൾ നമ്മുടെ ചാനൽ സന്ദർശിച്ചിട്ട് ഇത് ഗുണകരമാണ്, നമ്മുടെ ചാനൽ അല്ലെങ്കിൽ ട്രേഡിംഗ് പ്ലാൻ സപ്പോർട്ട് ആണ് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിനും നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നാളെയും എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് ലഭിക്കുന്ന മൂവ്മെൻറ്റ് ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് പ്ലാൻ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.